മക്കളെ അമ്മുമ്മേരെ മുത്തേ ആരാ വന്നേക്കണേ നോക്കിയേ. ഓ അതിനിപ്പോ എന്താ, ഈ ഉറങ്ങണ കൊച്ചിനെ കാണാനില്ല. ഞാൻ വണ്ടിക്കൂലിക്ക് കാശും കൊടുത്ത് ഇങ്ങ് അറ്റം വരെ വന്നത്. ഞാൻ ആ കൊച്ചിനെ അങ്ങ് ഉണർത്തി എടുക്കുക. നീ കുറച്ചൊക്കെ കഷ്ടപ്പെടും. പിന്നെ നമ്മളൊന്നും കഷ്ടപ്പെടാതെയല്ലോ കൊച്ചുങ്ങളെയൊക്കെ വളർത്തിയത്. നെറ്റിയൊക്കെ അവനെ പറിച്ചു വച്ചേക്കുവാ നെറ്റിയൊക്കെ. മൂക്ക് പക്ഷെ അവന്റെ അല്ല, നിന്റെ അല്ല. എന്നാലും ഞാനിങ്ങനെ ചിന്തിക്കുവാന്നേ, നീയും വെളുത്തിട്ട് അവനും വെളുത്തിട്ട് കൊച്ചെന്താ ഇങ്ങനെ കറുത്തേ? നീ എന്താ ഗർഭിണി അതുപോലെ കരിമരുന്ന് കഴിക്കുമായിരുന്നോ? ചെവി പിടിച്ച് നോക്കിയാൽ നിറം അറിയാൻ പറ്റുമെന്നാ പറയുന്നത്. കൊച്ചിന്റെ ചെവി കറുത്തിട്ടാ, അപ്പൊ ഇനി കൊച്ചങ്ങ് കറുത്തിട്ടായിരിക്കും. എന്റെ പൊന്നുമോളെ, നിന്നെ പ്രസവിക്കാൻ കയറ്റിയപ്പോൾ ഞാനങ്ങ് പ്രാർത്ഥനയായിരുന്നു. എന്തിന്? ഒരു ആൺകൊച്ചിനെ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നിന്റെ അമ്മയ്ക്കും 2 പെൺകൊച്ചുങ്ങളാണ്. നിനക്കെങ്കിലും ഒരു ആണിനെ കിട്ടട്ടെ എന്ന് ഞാനങ്ങ് പ്രാർത്ഥിച്ച്. അതുമല്ല, ആദ്യത്തെ കൊച്ചാണായിരിക്കണം, അതാണ് അതിന്റെ ഒരു ഐശ്വര്യം. പക്ഷെ പ്രസവിച്ചപ്പോൾ പെണ്ണാണെന്ന് അറിഞ്ഞപ്പോൾ എന്റെ നെഞ്ചങ്ങ് തകർന്ന്. ഇനിയിപ്പം ദൈവം തന്നതല്ലേ, നമ്മളങ്ങ് സന്തോഷത്തോടെ അങ്ങ് വളർത്തുക. അയ്യോ, ഫോട്ടോ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. ഈ കൊച്ചങ്ങ് ഈർക്കിലെ കഷ്ണമാണല്ലോ. അല്ല മോളെ, നീ എന്തിനാണ് ഈ കൊച്ചിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങ് ഫോണിൽ നാട്ടുകാരെ കാണിക്കാൻ അങ്ങ് ഇട്ടേക്കുന്നേ? ചുമ്മാതാണോ കൊച്ചു രക്ഷപ്പെടാത്തത്? ഞാൻ കഴിഞ്ഞ 7-ാം മാസത്തിൽ ഇവളെ കാണാൻ വന്നപ്പം ഇവള് എന്തുമാത്രം ചോറാണ് ഇവളിരുന്ന് കഴിക്കുന്ന കണ്ടത്. അതുപോലെ ഇവളെ വയറ് കണ്ടപ്പോഴും ഞാൻ വെച്ചിട്ട് പന്നിക്കുട്ടി പോലത്തെ കൊച്ചായിരിക്കും കിട്ടുന്നതെന്ന്. എന്നിട്ട് ഇതാ ഈശ്വര, ഒരു ഞാഞ്ഞൂലിൻ്റെ അത്രയുള്ള ഒരെണ്ണം. എനിക്കൊക്കെ പാവം തോന്നുക. നിനക്കിപ്പോൾ വേദനയൊക്കെ ഉണ്ടോ? ഇടയ്ക്കൊക്കെ എണീറ്റ് വീട്ടിൽ ഗർഭിണിയായ സമയത്ത് ഇങ്ങനെ മൊബൈൽ നോക്കി കിടക്കാതെ ജോലിയൊക്കെ ചെയ്തിരുന്നെങ്കിൽ സുഖപ്രസവം ഉണ്ടാവില്ലായിരുന്നാ? ഇതിപ്പോൾ കണ്ട വേദനയും കൊണ്ട് ഇതിപ്പോൾ 2-3 ദിവസം കാണുമല്ലേ ഈ വേദന? നീ ഒരു കാര്യം ചെയ്യും, ഒരു 2-2.5 മാസമൊക്കെ ആകുമ്പോൾ കൊച്ചിന് നല്ല കുറുക്കൊക്കെ കലക്കി അങ്ങ് കൊടുക്ക്. ഞാൻ വേണമെങ്കിൽ 1-2 പൊടിയൊക്കെ വീട്ടിൽ നിന്ന് പൊടിച്ചോണ്ട് വരാം. ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞോ? പിന്നെ 6 മാസം വരെ കൊച്ചിന് പാല് മാത്രം കൊടുത്തിട്ട് ഇരിക്കാൻ പോവുകയല്ലേ? ഡോക്ടർമാർ അങ്ങനെ പലതും പറയും. പിന്നെ ഡോക്ടർമാർക്ക് അങ്ങ് എല്ലാം അറിയാമല്ലോ. നമ്മളൊക്കെ 4-ഉം 5-ഉം പെറ്റും 5-6 പിള്ളേരെ വളർത്തിയതൊക്കെ തന്നെ 2 മാസം കഴിയുമ്പോൾ കൊച്ചിന് കുറുക്ക കൊടുത്തു തുടങ്ങാം. എന്താ ഉമ്മ വയ്ക്കാൻ പാടില്ലേ? കയ്യിലോ? പിന്നെ ഇതെന്തൊരു കൂത്താണ് എൻ്റെ ഈശ്വര ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക്. പിന്നെ അസുഖങ്ങൾ. ഈ നാട്ടിലുള്ള ഇത്രയും ജനങ്ങളൊന്നും ജനിച്ച് വന്നതൊന്നും അല്ല. എൻ്റെ കൊച്ചു മാത്രമാണോ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ച്? ഞാൻ കൊടുക്കും. എൻ്റെ കൊച്ചിന് ഞാൻ അങ്ങനെ ഒരു ഉമ്മ കൊടുത്തിട്ട് കൊച്ചിൻ്റെ അസുഖം പറഞ്ഞെങ്കിൽ അങ്ങ് വരട്ടെ. പാലൊന്നുമില്ല അല്ലയോ? കണ്ടാൽ തന്നെ അറിയാം നിനക്ക് പാലില്ലാന്ന്. നിന്നെ മൊത്തം നിന്റെ ദേഹത്തെ പിടിക്കുന്നുള്ളൂ. നിനക്ക് പാലുണ്ടെങ്കിലല്ലേ അത് കൊച്ചിന് കുടിക്കാൻ കിട്ടത്തുള്ളൂ. ചുമ്മാതാണോ കൊച്ചിങ്ങനെ ആയി പോയത്? രുക്മിണി ചേച്ചിയുടെ അവിടെ പശു ഉണ്ട്. അവിടുന്ന് ഒരു ഗ്ലാസ് പാല് മേടിച്ച് കൊച്ചിന് 2 നേരം കാച്ചി കൊടുക്കാൻ പാടില്ലെന്നോ? പിന്നെ പണ്ടൊക്കെ നമ്മൾ പശുവും പാല് കുടിച്ചിട്ടല്ലേ നമ്മളൊക്കെ വളർന്നത്. അപ്പൊ നിന്റെ കൊച്ചിന് എന്താ പശുവും പാല് കുടിക്കാൻ പറ്റത്തില്ലേ? ഈ എന്തൊരു കൊച്ചാണ് എന്റെ കൊച്ചു ഇങ്ങനെ? നീ കൊച്ചിനൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് ഞാനായിട്ടൊന്നും പറയല. നിങ്ങൾ എങ്ങനെയാ നിങ്ങളെ കൊച്ചിനെ വളർത്തി എന്താ ചെയ്ത്? മൂത്തോര് പറയണൊക്കെ കുറച്ചൊക്കെ കേൾക്കണം. എന്നാലും ഞാൻ ചിന്തിക്കുവാണെങ്കിൽ ഈ കൊച്ചിന് ഇത് ആരുടെ മൂക്കെന്നാ? എന്നാ പിന്നെ അമ്മായി ഇറങ്ങട്ടെ.